മക്കളുള്ള ഏതൊരു മാതാപിതാക്കളും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ചാണക്യനീതിയിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകങ്ങളിലൊന്നാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. മക്കളുടെ വിദ്യാഭ്യാസവും വളർച്ചയും ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കടമയാണെന്ന് ചാണക്യൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. 2-ാം അധ്യായം ശ്ലോകം 3. സംസ്കൃത ശ്ലോകം. യസ്യ പുത്രോ വശീഭൂതോ ഭാര്യാം ചന്ദാനുഗാമിനി വിഭവേയശ്ച സന്തുഷ്ടസ്തസ്യ സ്വർഗ ഇഹൈവ ഹി. പദാനുപദ അർത്ഥം. യസ്യ ആരുടെയാണോ പുത്രഃ മകൻ അഥവാ മക്കൾ, വശീഭൂതഃ അനുസരണയുള്ളവർ, നിയന്ത്രണത്തിലുള്ളവർ, ഭാര്യ പത്നി, ചന്ത അനുഗാമി ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവൾ അഥവാ പരസ്പര ധാരണയുള്ളവൾ, വിഭവേ ലഭിച്ച സമ്പത്തിൽ, യഹ ച ആര്, സന്തുഷ്ടഃ തൃപ്തിയുള്ളവൻ, തസ്യ അവന്, സ്വർഗഃ ഇഹ ഏവ ഹി സ്വർഗം ഇവിടെ തന്നെയാണ്. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. സ്വർഗം എന്നത് മരണശേഷം എവിടെയോ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് ചാണക്യൻ പറയുന്നു. 1. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ. 2. ദമ്പതികൾ തമ്മിൽ കലഹമില്ലാതെ പരസ്പര ധാരണയോടെ കഴിയുന്നുണ്ടെങ്കിൽ. 3. കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വീട് ഒരു സ്വർഗത്തിന് തുല്യമാണ്. ഈ 3 കാര്യങ്ങളുമാണ് സമാധാനപരമായ കുടുംബജീവിതത്തിൻ്റെ ആധാരശിലകൾ. 2. ആത്മീയ അർത്ഥം. ഇവിടെ പുത്രൻ എന്നത് നമ്മുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു. മനസ്സ് നമ്മുടെ വശത്താണെങ്കിൽ വശീഭൂതഃ ബുദ്ധി, ഭാര്യ ധർമ്മത്തിനനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ലഭിക്കുന്ന പ്രാരാബ്ധങ്ങളിൽ വിഭവേ നാം സന്തുഷ്ടരാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ സ്വർഗീയമായ ശാന്തി അനുഭവിക്കാൻ കഴിയും. പുറമേയുള്ള ലോകത്തേക്കാൾ പ്രധാനം ആന്തരികമായ ഈ ക്രമീകരണമാണ്. നമുക്ക് ലഭിക്കുന്ന ഉപദേശം. മക്കളെ ചെറുപ്പം മുതലേ വിനയവും അറിവും നൽകി വളർത്തണം. കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്താൻ ശ്രമിക്കണം. അത്യാഗ്രഹം വെടിഞ്ഞ് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തണം. ഗുണപാഠ കഥ. സ്വർഗം തേടിപ്പോയ സഞ്ചാരി. ഒരിക്കൽ ഒരാൾ സ്വർഗം എവിടെയാണെന്ന് തിരഞ്ഞ് കാടുകളിലും മലകളിലും അലഞ്ഞു. സമാധാനം കിട്ടാതെ അയാൾ വിവശനായി. ഒടുവിലൊരു ജ്ഞാനി അയാളോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകൂ. അയാൾ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് തൻ്റെ മക്കൾ ഓടി വന്ന് വന്ദിക്കുന്നതും ഭാര്യ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നതുമാണ്. കഷ്ടപ്പാടുകൾക്കിടയിലും അവർ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ മനസ്സ് തണുത്തു. ജ്ഞാനി പറഞ്ഞതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. സ്വർഗം എന്നത് മറ്റെവിടെയോ ഉള്ള സ്ഥലമല്ല, മറിച്ച് അച്ചടക്കമുള്ള മക്കളും സ്നേഹമുള്ള പങ്കാളിയും സംതൃപ്തിയുമുള്ള ഒരു മനസ്സുമാണ്. ഈ ശ്ലോകം താങ്കളുടെ കുടുംബജീവിതത്തിൽ വലിയൊരു വഴികാട്ടിയാവട്ടെ. അടുത്ത 4-ാമത്തെ ശ്ലോകം മക്കളെ എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണത്. നമുക്ക് തുടരാം.